ഒന്ന്, ചാൾസ് ഫോക്സ് പെർഹാം എന്ന ദൈവദാസൻ നടത്തിവന്ന ബഥേൽ ബൈബിൾ സ്കൂളിൽ ആരംഭിച്ച പെന്തക്കോസ്തിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ പെന്തക്കോസ്ത് അനുഭവം അവിടെ തുടങ്ങി 1906 അസുസ സ്ട്രീറ്റിൽ വില്യം ജോസഫ് സെയ്മൂറിലൂടെ അത് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് വ്യാപരിച്ചു. ഒരു തീജ്വാല പോലെ അത് ലോകത്തെവിടെയും പെന്തക്കോസ്തിന്റെ ആ ഉണർവ് പടർന്നു പിടിച്ചു. 1905 തന്നെ ശ്രീ പണ്ഡിത രമാഭായി നേതൃത്വം നൽകിയ മുക്തി മിഷനിലൂടെ വീണ്ടും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ അന്യഭാഷ അടയാളത്തോടുകൂടി ചാൾസ് പെർഹാമിന്റെ ബൈബിൾ സ്കൂളിൽ എന്ന പോലെ വീണ്ടും ഇന്ത്യയിൽ അതിനൊരു തുടർച്ചയുണ്ടാകുകയും 1909 ആയപ്പോൾ കേരളത്തിൽ അടൂർ തുവയൂരിൽ ജോർജ് ബെർഗ് എന്ന ജർമ്മൻ മിഷണറിയുടെ സാന്നിധ്യത്തോടുകൂടി പന്തളം മത്തായിച്ചൻ എന്ന് പറയുന്ന വ്യക്തി ആദ്യത്തെ പെന്തക്കോസ്തുകാരനായി മാറിയതോടുകൂടി കേരളത്തിൽ പെന്തക്കോസ്തിന് വേരുറപ്പിക്കപ്പെടുകയാണ്. 1911 ആദ്യത്തെ പെന്തക്കോസ്ത് സഭ കേരളത്തിൽ രൂപീകൃതമായി. 1913 റോബർട്ട് എഫ് കുക്ക് എന്ന് പറയുന്ന കർത്തൃദാസൻ കേരളത്തിൽ എത്തുന്നു. 1923 ആയപ്പോഴേക്കും 36 സഭകൾ കേരളത്തിൽ പെന്തക്കോസ്ത് സഭകൾ എന്ന നിലയിൽ ഉണ്ടായതായി നമ്മൾ മനസ്സിലാക്കുന്നു. അതേ വർഷം തന്നെ 1923 തന്നെ പെന്തക്കോസ്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളൊക്കെ പറഞ്ഞു തന്ന അല്ലെങ്കിൽ IPC സഭയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ആദ്യത്തെ പ്രസിഡന്റ് എന്ന നിലയിൽ സേവനമനുഷ്ഠിച്ച പാസ്റ്റർ KE എബ്രഹാം ആദ്യമായി ആത്മസ്നാനം പ്രാപിച്ച് അന്യഭാഷയിൽ സംസാരിച്ചു. 1923 ഇന്ന് 2023 ഇവിടെ നിന്നുകൊണ്ട് ഈ പ്രബന്ധം അവതരിപ്പിക്കുമ്പോൾ കേരളം ആത്മസ്നാനത്തിൽ അന്യഭാഷ പറഞ്ഞിട്ട് 100 വർഷം പിന്നിടുകയാണ്. ഇത് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ 1953 ആകുമ്പോൾ ഷാരോൺ കോമ്പൗണ്ടിൽ കേരളം കണ്ട അല്ലെങ്കിൽ ലോകം കണ്ട ഏറ്റവും ശക്തമായൊരു ഉണർവ് ഈ കോമ്പൗണ്ടിൽ ഉണ്ടാകുകയാണ്. 2023 ആകുമ്പോഴേക്കും ഇത്രയും വർഷം 70 വർഷം പിന്നിടുമ്പോ 2050 സഭകളും 10,000-കണക്കിന് വിശ്വാസികളുമായി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് കേരളത്തിൽ നിലകൊള്ളുകയാണ്. ഇതിനോട് ചേർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ IPC, ഷാരോൺ, AG, ചർച്ച് ഓഫ് ഗോഡ്, ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് അങ്ങനെ തുടർന്ന് പോരുന്ന പെന്തക്കോസ്ത് സഭകളെ മുഴുവനും സംഘടനകളെ മുഴുവനും എടുത്താൽ 2.5 ലക്ഷം എന്നാണ് ഏതാണ്ട് ഔദ്യോഗിക കണക്ക് പറയുന്നതെങ്കിലും അനൌദ്യോഗികമായി 20 ലക്ഷത്തിലധികം പെന്തക്കോസ്ത് വിശ്വാസികൾ ഇന്ന് കേരളത്തിൽ ഉണ്ടെന്നാണ് പറയുന്നത്. രാഷ്ട്രീയപരമായി ചിന്തിക്കുന്നവർ മനസ്സിലാക്കുന്നത് ഈ മധ്യ തിരുവിതാംകൂർ ഉൾപ്പെടെ ഇവിടെ പല മണ്ഡലങ്ങളിൽ കേരളത്തിലെ പല മണ്ഡലങ്ങളിൽ ഒരു MLA MP ജയിക്കണമെങ്കിൽ പെന്തക്കോസ്തുകാരും കൂടി വിചാരിക്കണമെന്നാണ്. രാഷ്ട്രീയപരമായി ചിന്തിക്കുന്നവർ അങ്ങനെ ചിന്തിക്കുന്നു. നമുക്ക് ജനശക്തി അല്ലല്ലോ, ആത്മാവിന്റെ ശക്തിയെ പറ്റിയാണല്ലോ നമ്മൾ ഊന്നി പറയുന്നത്. ഇവിടെ ഈ നിലകളിൽ പെന്തക്കോസ്ത് സഭയുടെ ഒരു വളർച്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാത്തലിക് ഓർത്തഡോക്സ് സഭകൾ കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും വലിയ സമൂഹമായി ഇന്ന് പെന്തക്കോസ്ത് സഭ മാറിയിരിക്കുകയാണ്. ഇതിന്റെ വളർച്ചയിൽ നിന്ന് ഇന്ന് 100 വർഷം പിന്നിടുമ്പോൾ ഇത് എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത്. സാധാരണഗതിയിൽ ഏതൊരു സംഘടനയും 100 വർഷമാകുമ്പോൾ തകർന്നു തുടങ്ങുകയാണ്. അങ്ങനെയാണ് ചരിത്രം നമ്മൾ വായിക്കുന്നത്. അത് കഴിയുമ്പോൾ പിന്നെ അടുത്ത ഉണർവ് ഉണ്ടാകുകയാണ്, അല്ലെങ്കിൽ ദൈവം ഭക്തന്മാരെ എഴുന്നേൽപ്പിക്കുകയാണ്. ആത്മാർത്ഥമായി പറയട്ടെ, ഇനിയും പെന്തക്കോസ്തിന് അപ്പുറത്തേക്കൊരു സമൂഹം കേരളത്തിൽ എന്നല്ല ലോകത്തിൽ ഉണ്ടാകേണ്ടതില്ലാത്ത വിധം വചനത്തിലും ആത്മാവിലും ഏറ്റവും ശക്തിയോടുകൂടെയാണ്, കറതീർന്ന ഉപദേശവുമായിട്ടാണ് ഈ സമൂഹം ഇവിടെ നിലകൊള്ളുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഇപ്പോൾ പെന്തക്കോസ്ത് ഉപദേശം പിടിച്ചിരിക്കുന്ന സഭകളെല്ലാം കൂടി ഒരുമിച്ച് നിൽക്കേണ്ട ഒരു അനിവാര്യതയാണ് നമ്മൾ ഈ പ്രബന്ധത്തിലൂടെ ഊന്നി പറയുന്നത്. ഇങ്ങനെ വിഘടിച്ചു നിൽക്കുമ്പോൾ നമുക്കറിയത്തില്ല നമ്മുടെ ശക്തി എന്താണെന്നുള്ളത്. അത് ഏത് നിലകളിൽ വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാം. വിശ്വാസ സംബന്ധമായി നമുക്ക് ശക്തിയോടുകൂടി പൗരന്മാരെന്ന നിലയിൽ നമുക്കിവിടെ ബലത്തോടുകൂടി നിൽക്കാൻ നമ്മളെ പറ്റിയുള്ളൊരു ധാരണ നമുക്ക് മതിയാകും. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ പെന്തക്കോസ്ത് സംഘടനകൾ എന്ന് പറഞ്ഞ 100 വിഭാഗങ്ങളാണ്. ഒരുമിച്ച് നിൽക്കാൻ ഒരു ഒറ്റ കൗൺസിലിന്റെ കീഴിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ ഒരു അപ്പോളജറ്റിക് ഫ്രെയിംവർക്ക് ഉണ്ടാക്കി
ഒരു തിയോളജിക്കൽ ഫ്രെയിംവർക്ക് ഉണ്ടാക്കി, ഒരു തിയറിറ്റിക്കൽ ബേസ് ഉണ്ടാക്കി, ഒരു കൗൺസിലിന്റെ കീഴിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയുമെങ്കിൽ ഇനിയും ഒരു സമൂഹത്തിന്റെ ആവശ്യം, ഇനിയും ഒരു ഉണർവിന്റെ ആവശ്യം ഇവിടെ ഉണ്ടാകാത്ത വിധം നമ്മെ തന്നെ അടുത്ത ഉണർവിന് വേണ്ടി ഉപയോഗിക്കാൻ ദൈവത്തിന് സാധിക്കുമെന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നന്നായിരുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്.